ഹലോ മച്ചന്മാരെ, അപ്പോൾ ഇത് നമ്മളെ പുതിയൊരു മൈൻക്രാഫ്റ്റത്തെ വേൾഡാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ അങ്ങോട്ടേക്ക് ലെറ്റ്സ് പ്ലേ പോലെ സീരീസ് ഇടാൻ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ നമ്മളെ മരം വെട്ടാൻ, നമ്മൾ ഏതൊരു കാർഡിലാണ് ജനിച്ചിട്ടുള്ളത്, ഏതോ ഐസൊക്കെ വീഴുന്ന ഒരു കാർഡിലാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് വുഡ് വെട്ടാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ മരം പകുതി വരെ വെട്ടാം. പകുതി മിനിറ്റ് ഇവിടെ തന്നെ വിട്ടിട്ട് പോകാം ഗൈസ്. നല്ല മഞ്ഞൊക്കെ ഉണ്ട് ഗൈസ്. ഏതോ ഒരു കാട്ടിലാണ് നമ്മൾ ജനിച്ചത്. ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് നല്ല നല്ല സ്ഥലം അന്വേഷിച്ച് പോകാൻ. എന്തായാലും നമുക്ക് ഇത്ര വെട്ടാം. ഇനി പ്ലാങ്ക് ആക്കിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, ഫുള്ളി നമുക്ക് പ്ലാങ്ക് ആക്കാം ഗൈസ്. ഓക്കെ, 20 പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും കുറച്ച് സ്റ്റിക്സും ഉണ്ടാക്കാം. ഓക്കെ, കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു വുഡൻ ആക്സും വുഡൻ പിക്കാക്സും ഉണ്ടാക്കിയിട്ട് സ്റ്റോൺ മൈൻ ചെയ്യുക. താഴോട്ട് നേരെ കുഴിക്കാം. ഓക്കെ, സ്റ്റോൺ എത്തിയിട്ടുണ്ട്. ഒന്നും കൂടി കുഴിച്ചിട്ട് നമുക്ക് സ്റ്റോൺ ഫുള്ള് പൊട്ടിച്ചെടുക്കാം. കേസ് ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രണ്ട് കുഴിച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ഇവിടെ നിന്ന് കുറച്ചധികം നമുക്ക് സ്റ്റോൺ ആവശ്യമുണ്ട്. നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് കുഴിക്കുക. കാര്യം താഴെ കോളും ഉണ്ട്. നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് അതും കൂടി കുഴിച്ചെടുത്തിട്ട് നേരെ പുതിയ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട്, ബേസ് കെട്ടാനായിട്ട് കേസ് വാട്ടർ നമുക്ക് അവിടെ മൂടാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പോകണം. നമുക്ക് 21 ആക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം ഗൈസ്. ഇവിടുന്ന് ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഈ കോളും കൂടി നമുക്ക് മൈൻ ചെയ്തെടുക്കാം. ഓക്കെ, 1 2 മൈൻ. ഇത് കോള് പൊട്ടാൻ കുറച്ച് പണിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 കൂടി ഉണ്ട്. അതും കൂടി അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. നമുക്ക് 2 ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പുറത്തൊന്നും കൂടി ഉണ്ട്. അതിൻ്റെ അടിയിലില്ലാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അതും കൂടി അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ചാടി മേലോട്ട് പോവാം. ഓക്കെ, ഡേട്ടോ ഗൈസ്, 2 ഡേറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് ബാക്കി നമുക്ക് ഇവിടെ നിന്ന് കുഴിച്ചിട്ട് എടുത്തിട്ട് മേലേക്ക് പോവാം. ഓക്കെ, മേലേക്ക് കഴിഞ്ഞ് മഞ്ഞൊക്കെ വീണ് ഗൈസ്. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളിന് ഫസ്റ്റ് നമുക്ക് കുറച്ചും കൂടി സ്റ്റിക്സ് ഉണ്ടാക്കിയിട്ട് ആക്സൊക്കെ ഉണ്ടാക്കാം സ്റ്റോണിൻ്റെ. ഓക്കെ, കുറച്ചും കൂടി സ്റ്റിക്ക് വേണം. നമുക്ക് ഒരു സോഡും കൂടി ഉണ്ടാക്കാനുണ്ട്. എന്നിട്ട് ഒരു ഫർണിച്ചറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നേരെ നമ്മളിനി നല്ല സ്ഥലം അന്വേഷിച്ചു പോകണം ഗൈസ്. നേരെ മേലോട്ട് കയറാം. ഓക്കെ ഗൈസ്, മേലോട്ട് കയറി ഫുള്ള് മഞ്ഞ്, ഫുള്ളൊരു കാടാണ് ഗൈസ്. നല്ലൊരു സ്ഥലവും ഇല്ല ഇവിടെ. എന്തായാലും നമ്മൾ ഇങ്ങോട്ടേക്ക് കുറച്ച് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആ സൈഡത്തെ മലയ്ക്ക് പോയാലോ? ഇതാ കാണുന്ന മലയിൽ അവിടെ ഇഗ്ലു ഗൈസ്. അതാ അവിടെ എന്തോ ഒരു ഇഗ്ലു. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയേക്കാം. നമ്മളത് ഇപ്പം കണ്ടത് കേട്ടോ. ഇത്രയും നേരം നമ്മൾ അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് നിന്നിട്ട് നമ്മളത് കണ്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഇഗ്ലുവിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. നമ്മളെ ലക്ക് ഗൈസ്. ഫസ്റ്റ് തന്നെ ഇഗ്ലു. ഓക്കെ, നമുക്ക് കയറി വെക്കാം ഗൈസ്. ചാടറോ? ഓക്കെ ഗൈസ്, ഒരു ബെഡ് ഉണ്ട്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. എന്തായാലും ബെഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പൊട്ടിച്ചോ ഗൈസ്. എന്തൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂലേ. അപ്പം എന്തായാലും പൊട്ടിച്ച് നോക്കാം. ഒന്നുമില്ല ഗൈസ്. അപ്പം ഇനി എന്തായാലും ഈ ടോർച്ച് പൊട്ടിച്ചെടുത്തിട്ട് നേരെ വിടാം ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിളും അതും കൂടി അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒന്നും ഫുള്ള് മൈൻ ചെയ്ത് നോക്കുക. ഒന്നുമില്ല. ഇനി എന്തായാലും അതും പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളും പൊട്ടിച്ചെടുത്തിട്ട് നല്ല സ്ഥലം അന്വേഷിച്ച് പോവാം. എന്തായാലും ഇനി ക്രാഫ്റ്റിംഗ് ടേബിളും കൂടി ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ ഗൈസ്. ഇവിടെ ഒന്നും നമ്മൾ മൈൻ ചെയ്ത് നോക്കിയിട്ട് ഒന്നുമില്ല ഗൈസ്. ഓക്കെ, ഇനി ഇതും കൂടി പൊട്ടിച്ചെടുത്തിട്ട് നേരെ നമുക്ക് ബേസ് വെക്കാനായിട്ട് നല്ല സ്ഥലം അന്വേഷിച്ചു കേട്ടോ. ഓക്കെ, ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞാണ്. ഈ മലേൻ്റെ മേലേക്ക് നമുക്ക് നേരെ കയറിപ്പോവാം. അപ്പുറത്തെ സൈഡിൽ വല്ലതും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ പിന്നെ തിരിച്ചിറങ്ങി വന്നിട്ട് അങ്ങോട്ടേക്ക് തന്നെ പോകേണ്ടി വരും. എന്തായാലും വലിഞ്ഞ് കയറാം ഗൈസ്. ഇവിടെ കേവൊക്കെ ഉണ്ട് കേട്ടോ, കുറേ എണ്ണം. എന്തായാലും മലേൻ്റെ ആവറേജ് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കയറിയ മലേൻ്റെ മേൽഭാഗത്തെത്തും. ഫുള്ള് ചാടി കയറണം ഗൈസ്. ഓക്കെ, മലേൻ്റെ മേൽഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും അപ്പുറത്ത് പോയി നോക്കാം. യെസ് ഗൈസ്, നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ചാടുമ്പോൾ എൽത്തൊക്കെ അടിക്കുന്നുണ്ട്. നോ പ്രോബ്ലം. നമുക്ക് ഇനി നേരെ അങ്ങോട്ടേക്ക് വിടാം. ഓക്കെ, ഫുള്ള് നമ്മളെന്തായാലും മല കയറി വന്നപ്പോൾ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നീന്തിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഐസിൻ്റെയും ഇപ്പുറത്ത് സാധാരണമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ഈ മരം കൂടി അങ്ങോട്ട് വെട്ടാം. ഏകദേശം നമുക്ക് വേറൊരു അച്ചീവ്മെൻറ്റും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഈ മരം ഫുള്ള് വെട്ടി അങ്ങോട്ട് എടുക്കുക. കേസ് ഇനി നമ്മൾ ബേസ് കെട്ടാനായിട്ട് നല്ലൊരു സ്ഥലം നോക്കി വെക്കണം. സ്ഥലം ഇവിടുത്തെ ഈ മരം കൂടി അങ്ങോട്ട് വെട്ടാം കേസ്.
നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു ബേസ് തന്നെ കെട്ടാം. എന്തായാലും നമ്മൾ ഇവിടുത്തെ മരമൊക്കെ ഒന്ന് വെട്ടി നമുക്ക് ഇവിടുത്തെ ഈ വുഡും കൂടിയും കുറച്ചൊന്ന് കളക്ട് ചെയ്യുക. ഇവിടെ ആകുമ്പോൾ നല്ല സെറ്റ് വ്യൂ ആണ് കേട്ടോ. മേലേക്ക് നേരെ ഐസിൻ്റെ മലയും പോരാത്തതിന് അവിടെ തേനീച്ചേൻ്റെ ഒക്കെ കൂടുണ്ട്. ഇനി ഇവിടുത്തെ ഈ മരങ്ങളൊക്കെ വെട്ടിയിട്ട് നമുക്ക് ഇവിടെ വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ബേസ് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ നമുക്ക് ബേസ് കെട്ടാം. ഇനി ഇവിടെ ഫുള്ളൊന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലാക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.